Hello friends, welcome to Curry Leaves Kerala. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി പനീർ റോസ്റ്റ് ആണ്. നമുക്കിത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ പനീർ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. സാധാരണ നമ്മൾ ചിലപ്പോൾ പനീറൊക്കെ മേടിക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ അകം ഭയങ്കര ഹാർഡായിട്ട് തോന്നും. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പനീർ റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ബെൽ ഐക്കൺ കൂടിയുണ്ട്, അതും ഒന്ന് എനേബിൾ ചെയ്യുക. ഈ പനീർ മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ക്യൂബ്സ് ആയിട്ടുള്ളത് തന്നെയാണ് മേടിച്ചത്. അതിൻ്റെ കൂടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. എത്ര ചെറുതായിട്ട് അരിയാമോ അത്രയും ചെറുതായിട്ട് അരിയുക. അതുപോലെ ഒരു 3 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പ്യൂരി ആക്കാനുള്ളതാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് അരിഞ്ഞു വെച്ചാൽ മതി. 2 വെളുത്തുള്ളി, കുറച്ച് സ്പൈസസ്, ഏലക്ക, കറുകപ്പട്ട, കുറച്ച് സാദാ ജീരകം, ബട്ടർ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മേത്തി ലീവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് എണ്ണ വേണം, ഉപ്പ്. ഞാനൊരു പാത്രം വെച്ചു, അതിൻ്റെ ഫ്ലെയിം ഓണാക്കി അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. ബട്ടർ ഒന്ന് ഉരുകി വരട്ടെ. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒനിയനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമുക്ക് ഇതിനകത്തോട്ട് ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ സമയം കൊണ്ട് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്ത് വെക്കാം. ആ പനീർ ക്യൂബ്സിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തോട്ട് ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആവും. ഒരു 10 മിനിറ്റോളം ഇതിങ്ങനെ ഇരിക്കട്ടെ, അത് പിന്നെ നമുക്ക് തണുത്തോളും നന്നായിട്ട്. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് സോഫ്റ്റ് ആവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പനീർ ഹാർഡായിട്ടോ അല്ലെങ്കിൽ റബ്ബർ പോലെയൊക്കെ ചിലപ്പോൾ കിടക്കുന്നത് കണ്ടിട്ടില്ലേ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടായിരിക്കും നമുക്ക് ഈ പനീർ കിട്ടുന്നത്. ഇതിന് ഇടയ്ക്കിടയ്ക്ക് ആ സവാള ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അടുക്കി പിടിക്കാതെ ഒന്ന് വഴറ്റി കൊടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഈ ടൊമാറ്റോയും ഈ എടുത്ത് വെച്ചിരിക്കുന്ന 2 വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് പ്യൂരിയാക്കി മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചു വരാം. പിന്നെ ഇതിന് വേണ്ടി ചേർക്കുന്ന പൊടികൾ: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. സവാള ഇതിൻ്റെ കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്യാം. ഞാൻ ടൊമാറ്റോയും വെളുത്തുള്ളിയും കൂടെയാണ് അടിച്ചുകൊണ്ട് വന്നത്. ഇനി ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ടൊമാറ്റോയിൽ നല്ല വെള്ളമുണ്ട്. ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി ഇതൊരു നല്ല ഒരു റോസ്റ്റ് പരുവത്തിലായി വരട്ടെ. അപ്പോൾ ഈ കുറച്ച് നേരം ഇതൊരു 10-20 മിനിറ്റ് എടുക്കും ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ. ടൊമാറ്റോയുടെ വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ആ ഗ്രേവി ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം.
ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നപ്പോൾ നമുക്ക് ഇതിനകത്ത് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഇതിനെ ഒന്ന് ഗ്രേവി ആക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കിയെടുക്കാം. ഇങ്ങനെ 2 പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആവും. വെള്ളമൊക്കെ വറ്റി ചെറുതായിട്ട് വരുന്നുണ്ട്. ഞാൻ നല്ല തിളച്ച വെള്ളമാണ് 2 പ്രാവശ്യമായിട്ട് ഒഴിച്ച് കൊടുത്തത്. 2 പ്രാവശ്യമായിട്ട് 1/2 ഗ്ലാസ് വെള്ളം വെച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വരാറായപ്പോഴത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്തു. ആ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നപ്പോഴത്തേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തു. ഇത് ഓപ്ഷണലാണ്, ഇത് വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഇത് ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനെന്തായാലും അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രേവിയൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ പനീറെല്ലാം അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ പനീറെല്ലാം അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് ആയതുകൊണ്ട് നമുക്കിനി കുറച്ച് മേത്തി ലീവ്സും കൂടെ ആഡ് ചെയ്ത് ഇതൊന്ന് ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് പിന്നെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും സോഫ്റ്റ് ആയിട്ടുമുള്ള പനീർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഒരു 10 മിനിറ്റ്സ് അത് ആദ്യമേ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുന്നത് കൊണ്ട് ഇത് നന്നായിട്ട് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവും. അതുകൊണ്ട് കഴിക്കുമ്പോഴും നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ 2 പ്രാവശ്യമായിട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താണ് അതിന് ഗ്രേവിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തത്. അതുകൊണ്ട് അതിനൊരു നല്ല നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു ടേസ്റ്റ് ഉണ്ടാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ബെൽ ഐക്കണുണ്ട്, അതും ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.